Dear students, today we will discuss structure words. Structure words in the second part. We have studied about structure words in the various chapters, lexical meaning, but which are essential to the meaning of the sentences, since the meaning of content words and established relationship between them. അതായത് സ്ട്രക്ചർ വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെക്സിക്കൽ മീനിങ് ലെക്സിക്കൽ മീനിങ്ങേ ഉള്ളൂ. പക്ഷെ ആ വേർഡ്സുകള് തീർച്ചയായിട്ടും ഒരു സെന്റൻസിനെ മീനിങ് ഫുൾ ആക്കുന്നു. അത് മാത്രമല്ല, ദ മീനിങ്സ് ഓഫ് കണ്ടന്റ് വേർഡ്സ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം, കണ്ടന്റ് വേർഡ്സുകളെ മീനിങ് ഫുൾ ആക്കുകയും അവ തമ്മിലുള്ള ബന്ധം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. We have also studied the characteristic of the structure words. ഇനി എന്തൊക്കെയാണ് സ്ട്രക്ചർ വേർഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. Very frequently in all styles and varieties of English. അതായത് ഈ സ്ട്രക്ചർ വേർഡ്സ് എന്താണ് പറയുന്നത്? occur very frequently. സ്ട്രക്ചർ വേർഡ്സ് അതേപോലെ തന്നെ പല സ്റ്റൈലിലും പല വെറൈറ്റിയിലുമുള്ള സ്ട്രക്ചർ വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. സെക്കൻഡ് വൺ, ഫോം സ്മോൾ ആൻഡ് ക്ലോസ്ഡ് ക്ലാസസ്. മൂന്നാമത്തെ, ഫങ്ഷൻ ആ സ്ട്രക്ചറൽ മാർക്കേഴ്സ്. അതായത് ഈ സ്ട്രക്ചറൽ മാർക്കേഴ്സ് ആയിട്ട് നിർവഹിക്കുന്നു. പ്രൊവൈഡ് ദ ഗ്രാമാറ്റിക്കൽ ഫ്രെയിംവർക്ക് ഓഫ് എ സെന്റൻസ് ആൻഡ് കോൺട്രിബ്യൂട്ട് സ്ട്രക്ചറൽ മീനിങ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് സെന്റൻസിന് ഗ്രാമാറ്റിക്കൽ മീനിങ് കൊടുക്കുന്നതും അതിന് സെന്റൻസിൻ്റെതായ ഒരു ഘടന കൊടുക്കുന്നതും ഈ പറയുന്ന സ്ട്രക്ചർ വേർഡ്സ് കൊണ്ടാണ്. We also discussed a type of structure words called the articles, and one of its class as determines describe noun makers. Here in this unit, we will discussing a class of words which can be called determiners of verbs or verb, called in common term as auxiliaries. അതായത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ചാപ്റ്ററുകളിൽ ഈ സ്ട്രക്ചർ വേർഡ്സിലെ നൗൺ മേക്കേഴ്സ് ഉണ്ട്. സ്ട്രക്ചർ വേർഡ്സിലെ നൗൺ മേക്കേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് വെർബുകളെ കുറിച്ചാണ്. കഴിഞ്ഞ ചാപ്റ്ററുകളിൽ നൗണിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെർബുകളെ കുറിച്ചാണ്. വെർബ്സ് കോൾഡ് ഇൻ കോമൺ ടേം ആ ഓക്സിലറീസ്. ഈ വെർബുകളെ പൊതുവായിട്ട് നമ്മൾ കോമൺ ആയിട്ട് എന്ത് പറയും? ഓക്സിലറീസ് എന്ന് പറയും. Now we can use the word determiners for noun determiners and the word auxiliary for verb determiners. അതായത് ചില സമയത്ത് ഡിറ്റർമിനേഴ്സിനെ നമ്മൾ നൗൺ ഡിറ്റർമിനേഴ്സ് എന്നും ഓക്സിലറിയെ വെർബ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. അതായത് നൗൺ ഡിറ്റർമിനേഴ്സിനെ നമ്മൾ ഡിറ്റർമിനേഴ്സ് എന്ന് പറയും, അതേപോലെ ഓക്സിലറിയെ നമ്മൾ വെർബ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയും. With the presence of an auxiliary, it is always followed by a main verb, which may not actually be said, but it is always understood from context. അതായത് ഒരു ഓക്സിലറിയുടെ സാന്നിധ്യത്തിൽ, വിത്ത് ദ പ്രസൻസ് ഓഫ് ആൻ ഓക്സിലറി, ഒരു ഓക്സിലറിയുടെ സാന്നിധ്യത്തിൽ, ഇറ്റ് ഈസ് ഓൾവേസ് ഫോളോവ്ഡ് ബൈ എ മെയിൻ വെർബ്. ഓക്സിലറിയോടൊപ്പം എപ്പോഴും എന്താണ്? ഒരു മെയിൻ വെർബ് ഉണ്ടാവും. വിച്ച് മേ നോട്ട് ആക്ച്വലി ബി സെഡ്, അത് യഥാർത്ഥത്തിൽ പറയില്ല, പക്ഷെ ഇറ്റ് ഈസ് ഓൾവേസ് അണ്ടർസ്റ്റുഡ് ഫ്രം കോണ്ടെക്സ്റ്റ്, നമുക്ക് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾസോ ആസ് എ സ്ട്രക്ചർ കൺസിസ്റ്റിംഗ് ഓഫ് വൺ ഓർ മോർ ദാൻ വൺ ഡിറ്റർമിനേഴ്സ് ആൻഡ് എ നൗൺ ഈസ് കോൾഡ് എ നൗൺ ഫ്രേസ്.
consisting of one എന്താ അവിടെ ക്ലാസ് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കില് ഒന്നോ അല്ലെങ്കിൽ അത് അതെ, ഇടയ്ക്ക് അവിടെ ക്ലാസ് ഉണ്ടാവും, അതായിരിക്കും. ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം അതിൽ ഗ്രൂപ്പ് 1ലെ ബി, ഹാവ്, ഡു. അതേപോലെ ഗ്രൂപ്പ് 2 can, could, may, might, will, would, must, shall, need, used to. അതായത് ഓക്സിലറി വേർഡ്സുകൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് തിരിച്ചിരിക്കുന്നു ഗ്രൂപ്പ് 1 എന്നും ഗ്രൂപ്പ് 2 എന്നും. ഗ്രൂപ്പ് 1ൽ വരുന്ന ഓക്സിലറികളാണ് പ്രധാനമായിട്ടും ബി, അതേപോലെ തന്നെ ഹാവ്, അതേപോലെ തന്നെ ഡു. ഓക്സിലറി ഗ്രൂപ്പ് 2വിൽ വരുന്നതാണ് ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഡെയർ, നീഡ്, ഓട്ട് ടു, യൂസ്ഡ് ടു എന്നിവ. The auxiliaries of group 2 are used in the form in which they are given. The auxiliaries of group 1 have a number of different forms. അതായത് ഗ്രൂപ്പ് 2വിൽ പറഞ്ഞിട്ടുള്ള ഓക്സിലറികൾക്ക് ആ രൂപം മാത്രമേ ഉള്ളൂ. അതായത് ക്യാൻ, കുഡ്, മേ, മൈറ്റ്, വിൽ, വുഡ്, മസ്റ്റ്, ഷാൽ, ഷുഡ്, ഡെയർ, നീഡ്, ഓട്ട് ടു, യൂസ്ഡ് ടു. പക്ഷെ ഗ്രൂപ്പ് 1ൽ പറയുന്ന ഓക്സിലറീസ് എന്ന് പറയുന്നത് ബി, ഹാവ്, അതേപോലെ തന്നെ ഡു. ഇതിന് ഡിഫറെന്റ് ഫോംസ് ഉണ്ടെന്നാണ് പറയുന്നത്. ബിക്ക് തന്നെ ബിയുടെ വിവിധ രൂപങ്ങളാണ്. ബി എന്ന വേർഡിന്റെ വിവിധ രൂപങ്ങളാണ് ആം, ആർ, വാസ്, വേർ, ബി, ബീയിങ്, ബീൻ. ഇനി അതേപോലെ ഹാവിന്റെ രൂപങ്ങളാണ്, ഫോംസുകളാണ് ഹാസ്, ഹാവ്, ഹാഡ്. ഡു എന്നതിന്റെ രൂപങ്ങളാണ് ഡു. അപ്പൊ നമ്മൾ പ്രധാനമായും പറഞ്ഞത് ഓക്സിലറി, ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഓക്സിലറികളെ രണ്ട് ഗ്രൂപ്പായിട്ട് ക്ലാസ്. ഗ്രൂപ്പ് 1ൽ വരുന്ന ഓക്സിലറീസ് ആണ് ബി, ഹാവ്, ഡു. ഗ്രൂപ്പ് 2വിൽ വരുന്നതാണ് ക്യാൻ, കുഡ്, മേ, മൈറ്റ്, വിൽ, മസ്റ്റ്, ഡെയർ, നീഡ്, ഓർ യൂസ്ഡ് ടു. അതിൽ ഗ്രൂപ്പ് 2വിൽ പറഞ്ഞിട്ടുള്ള ഈ രൂപങ്ങൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഗ്രൂപ്പ് 1ൽ പറഞ്ഞിട്ടുള്ള ബി, ഹാവ്, ഡു ഈ 3 ഓക്സിലറികൾക്കും ഡിഫറെന്റ് ഫോംസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ബിയുടെ ഡിഫറെന്റ് ഫോംസിൽ പറയുന്നത് പ്രധാനമായിട്ടും ആം, ആർ, ആസ്, വേർ, ബീൻ. ഹാവിന്റെ രൂപങ്ങളാണ് ഹാസ്, ഹാവ്, ഹാഡ്. ഡു വരുമ്പോഴാണ് ഡു, ഡസ്, ഡിഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓക്സിലറിയെ കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് മോഡൽ ഓക്സിലറീസ് ആൻഡ് ദർ മീൻസ്. Model auxiliary verbs are one of the types of auxiliary verbs which facilitate the main verbs, providing more information, expectation, permission, ability and obligation. അതായത് മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാല് വൺ ടൈപ്പ് ഓഫ് ഓക്സിലറി വെർബ്സ് വിത്ത് ഫെസിലിറ്റി കൊടുക്കുന്നു, പ്രൊവൈഡിങ് മോർ ഇൻഫർമേഷൻ. അതായത് മെയിൻ വെർബിൽ നിന്ന് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ ലഭ്യമാക്കുന്നു. മൂഡ്, പോസിബിലിറ്റി, ടൈം, എക്സ്പെക്ടേഷൻ, പെർമിഷൻ, എബിലിറ്റി ആൻഡ് ഒബ്ലിഗേഷൻ.
One main property of modal auxiliary verbs is that they never change form. ഈ modal auxiliary verbന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവ ഒരിക്കലും അതിന്റെ രൂപം മാറില്ല. Never change form. Either while referring to singular or plural nouns. അതായത് സിംഗുലർ noun ആയിട്ട് പറഞ്ഞാലും പ്ലൂറൽ noun ആയിട്ട് പറഞ്ഞാലും ഒരിക്കലും അതിന്റെ രൂപത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവുന്നില്ല. For example, they can, he can, she can, it can and I can. The modal auxiliary verb can remains same for I, he, she, we, they, singular noun or plural noun. അതായത് മോഡൽ ഓക്സിലറി വെർബുകൾ ഇപ്പൊ സിംഗുലർ നൗൺ ആണെങ്കിലും പ്ലൂറൽ നൗൺ ആണെങ്കിലും ഈ പറഞ്ഞ I, he, she, we, they ഇതെല്ലാം ഒരേ രൂപത്തിൽ തന്നെയായിരിക്കും. Similarly, all other modal auxiliary verbs never change forms with respect to the nouns. ഇതേപോലെ തന്നെ മറ്റ് all other modal auxiliary verbs മറ്റു modal auxiliary verbsഉം ഒരിക്കലും എന്ത് ചെയ്യില്ല എന്ന് പറയുന്ന അതിന്റെ രൂപം അതിന്റെ ഫോം ചേഞ്ച് ചെയ്യുന്നില്ല. The following are the frequently used ഇംഗ്ലീഷിൽ തുടർച്ചയായി ഉപയോഗിക്കുന്ന മോഡൽ ഓക്സിലറി വെർബുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തുടർച്ചയായി ഉപയോഗിക്കുന്ന മോഡൽ ഓക്സിലറി വെർബുകളാണ് മസ്റ്റ് ആൻഡ് ought. Modal auxiliary verbs facilitate the main verbs and express possibility, expectation, permission. അതായത് മോഡൽ ഓക്സിലറി മെയിൻ വെർബിന്റെ ഫെസിലിറ്റി ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ സാധ്യത, അതേപോലെ തന്നെ എന്താ പറയുന്നത് പ്രതീക്ഷ, അതേപോലെ അനുവാദം അങ്ങനെയുള്ള അതായത് പോസിബിലിറ്റി, എക്സ്പെക്ടേഷൻ, പെർമിഷൻ തുടങ്ങിയ എക്സ്പ്രഷൻസ് എന്ത് ചെയ്യുന്നു എന്നാ പറയുന്നത്. The pairs can, could, may, might, will, would and shall, should are sometimes said to be present past pairs, but this is not correct. അതായത് shall, should ഈ but this is not correct. ഇങ്ങനെയുള്ള പെയറുകൾ പ്രസന്റ് പാസ്റ്റ് പെയേഴ്സ് ആണ്, പക്ഷെ അത് കറക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. All it really means is that when the verb in the principal clause is in the past tense. അതായത് ഈ ഓക്സിലറീസ് ഉപയോഗിക്കുമ്പോൾ വെർബ് എന്താണ് പാസ്റ്റ് ടെൻസിലായിരിക്കും. Could, might, would and should are used as the past tense forms of can, may, would and shall in the subordinate clauses according to the principle of sequence of tenses. But could, might, would and should are used in many other places without referring to the past at all. അതായത് could, might, would ഇതെല്ലാം should ഇതെല്ലാം നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ ഉപയോഗിക്കും, പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വിത്തൗട്ട് റെഫറിങ് ടു ദ പാസ്റ്റ് അറ്റ് ഓൾ. പാസ്റ്റിനെ കുറിച്ച് റെഫറൻസ് ഇല്ലാതെയാണ് ഉപയോഗിക്കുന്നത്. ചില മീനിങ്ങുകൾ ഉൾക്കൊള്ളുന്നു. വിച്ച് മേക്ക് ദം ഡിഫറെന്റ് ഫ്രം അതർ ഓക്സിലറീസ്. മറ്റു ഓക്സിലറികളിൽ വ്യത്യസ്തമാക്കുന്ന മോഡൽ വെർബ് എക്സ്പ്രസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾ. ഇപ്പോ ക്യാൻ എന്ന് പറയുന്ന ഓക്സിലറി, ക്യാൻ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് വെദർ സംതിങ് ഈസ് പോസിബിൾ ഓർ സംവൺ ഹാസ് ദ എബിലിറ്റി ടു ഡു സംതിങ്. അതായത് ക്യാൻ എന്ന് പറഞ്ഞാല് വെദർ സംതിങ് ഈസ് പോസിബിൾ, എന്തെങ്കിലും കഴിയുമോ, പോസിബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിയുമോ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ, കഴിയുമോ എന്നാണ് ആ ക്യാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ അഡീഷൻ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ കേസസ് സച്ച് ആസ് റിക്വസ്റ്റസ്, ലീവ്. ഇപ്പോൾ നമ്മൾ അപേക്ഷകള് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതേപോലെ ലീവ് തയ്യാറാക്കുമ്പോഴെല്ലാം ഈ ക്യാൻ എന്ന ഓക്സിലറി ഉപയോഗിക്കും. Can is used when talking about probability. സാധ്യതകളെ കുറിച്ച് പറയുമ്പോഴാണ് ഭൂരിഭാഗം സമയത്ത് നമ്മൾ can എന്ന ഓക്സിലറി ഉപയോഗിക്കുന്നത്. പ്രോബബിലിറ്റി, എബിലിറ്റി ആൻഡ് സ്കിൽസ്. അതായത് പ്രോബബിലിറ്റി, എബിലിറ്റി കഴിവ്, അതേപോലെ തന്നെ സ്കിൽസ്.
ആൻഡ് ഓൾസോ വെൻ മേക്കിംഗ് എ റിക്വസ്റ്റ്. ഇപ്പൊ ഒരു റിക്വസ്റ്റ് മേക്ക് ചെയ്യാനും നമ്മൾ ക്യാൻ എന്ന ഓക്സിലറി ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ക്യാൻ ഐ യൂസ് യുവർ പെൻ ടു കംപ്ലീറ്റ് മൈ പെറ്റീഷൻ. എനിക്ക് നിങ്ങളുടെ പേന, അതായത് ഈ പെറ്റീഷൻ പൂർത്തിയാക്കാൻ നിങ്ങളുടെ പേന ഒന്ന് തരാമോ? ക്യാൻ സേവ് എ ലോട്ട് ഓഫ് മണി ടു ബൈ എ ന്യൂ ഹോം. ഒരു പുതിയ വീട് വാങ്ങുന്നതിന് എനിക്ക് പണം ചെയ്യാനായിട്ട് സാധിക്കുമോ? അപ്പൊ അവിടെ പോസിബിലിറ്റി ആണ് ക്യാനിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി അതേപോലെ തന്നെ അടുത്തതാണ് കുഡ്. കുഡ് ഈസ് യൂസ്ഡ് ആസ് ദ പാസ്റ്റ് ടെൻസ് ഫ്രം ഫോം ഓഫ് ദി മോഡൽ വെർബ് ക്യാൻ. ക്യാൻ എന്ന മോഡൽ വെർബിന്റെ പാസ്റ്റ് ടെൻസ് നെഗറ്റീവ്സ് കുഡ് ബി യൂസ്ഡ് വിത്ത് അതർ വേർഡ്സ്. സാധുകളിലുമാണ് കുഡ് ഉപയോഗിക്കുന്നത്. ഓർ ഫ്യൂച്ചർ, അതായത് വളരെ ദുർബലമായ, പ്രസന്റിലോ ഫ്യൂച്ചറിലോ വളരെ ദുർബലമായ സാധ്യതകളെ സൂചിപ്പിക്കാനാണ് നമ്മൾ കുഡ് ഉപയോഗിക്കുന്നത്. ബട്ട് ഇൻ ദിസ് യൂസേജ് ദ മീനിങ് ഈസ് നോട്ട് പാസ്റ്റ് ടെൻസ്. പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ മീനിങ് ഒരിക്കലും പാസ്റ്റ് ടെൻസിലായിരിക്കില്ല. കുഡ് ക്യാൻ ബി യൂസ്ഡ് ടു ആസ്ക് പ്രോബബിലിറ്റി ഇൻ ക്വസ്റ്റ്യൻസ്. അതായത് കുഡ് എപ്പോഴും ക്വസ്റ്റ്യൻസിലെ പ്രോബബിലിറ്റിയെ കുറിച്ച് ചോദിക്കാനോ, അതേപോലെ കുഡ് നോട്ട് മീൻസ് അൺപോസിബിൾ. കുഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അൺപോസിബിൾ എന്ന മീനിങ് വരുന്നില്ല. സജഷൻ ആൻഡ് ഓഫർ. വളരെ എന്താ പറയുന്നത്, ഭവ്യതയോട് കൂടിയിട്ട് നമ്മൾ ഹമ്പിൾ ആയിട്ട് ഒരു എക്സ്പ്രഷൻ സൂചിപ്പിക്കാൻ, നമ്മൾ ഹമ്പിൾ ആയിട്ട് ഒരു കാര്യം അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ചോദിക്കുമ്പോൾ നമ്മൾ കുഡ് യു ഉപയോഗിക്കും. ഫോർ പെർമിഷൻ ആൻഡ് റിക്വസ്റ്റ്. ഇപ്പോ പെർമിഷനും അതേപോലെ തന്നെ റിക്വസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നതാണ് കുഡ്, കുഡായി അല്ലെങ്കിൽ കുഡ് വി തുടങ്ങിയവ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ കുഡ് റൈറ്റ് ദ നമ്പേഴ്സ് ബിഫോർ ഐ സ്റ്റാർട്ടഡ് സ്കൂൾ. ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുൻപേ എഴുതാൻ കഴിയുമോ? My grandfather was young, he could camp in the forests and catch fish. അതായത് എന്റെ മുത്തശ്ശൻ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ കാട്ടിൽ താമസിക്കുകയും പിടിക്കാൻ കഴിവൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് പാസ്റ്റ് ഇതിലാണ്. പക്ഷെ പാസ്റ്റ് മീനിങ് ഇല്ല എന്നാണ് പറയുന്നത്. അടുത്തതാണ് ഷുഡ്. ഷുഡ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ റെക്കമെൻഡേഷൻ, നെസസിറ്റി ആൻഡ് വാട്ട് ഈസ് റൈറ്റ്. ഷുഡ് എപ്പോഴും റെക്കമെൻഡേഷൻ, ശുപാർശകൾക്കോ അതേപോലെ തന്നെ നെസസിറ്റി, അത്യാവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്താണ് ശരി എന്നുള്ള മീനിങ് വരുന്ന രീതിയിലാണ് ഷുഡ് ഉപയോഗിക്കുന്നത്. ഷുഡ് ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പ്രസ് എക്സ്പെക്ടേഷൻസ് ആൻഡ് പോസിബിൾ സിറ്റുവേഷൻസ്. ഷുഡ് ഉപയോഗിക്കുന്നത് എക്സ്പെക്ടേഷൻസിനെയും അതേപോലെ തന്നെ പോസിബിൾ സിറ്റുവേഷൻസിനെയും എല്ലാം എക്സ്പ്രസ് ചെയ്യാനാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, യു ഷുഡ് സ്റ്റാർട്ട് സ്പോർട്സ് നൗ. നിങ്ങൾക്ക് ഇപ്പോൾ സ്പോർട്സ് ആരംഭിക്കാൻ കഴിയും. ഐ തിങ്ക് യു ഹാവ് ഗെയിൻഡ് എ ലോട്ട് ഓഫ് വെയിറ്റ് ഫോർ 2 months. അങ്ങനെയാണെങ്കിൽ I should travel for 3 hours by bus to visit my grandparents. അതായത് എനിക്ക് 3 മണിക്കൂർ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ 3 മണിക്കൂർ യാത്ര ചെയ്ത് എന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ കാണാൻ എനിക്ക് സാധിക്കും. ഷുഡ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ക്വസ്റ്റ്യൻ സെന്റൻസസ്. ഇനി ഈ ഷുഡ് എക്സ്പെക്ടേഷൻസിനെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം ഫോർ എക്സാമ്പിൾ, ഷുഡ് വി വർക്ക് ഹാർഡ് ടു പാസ് ദിസ് എക്സാം. ഷുഡ് വി വർക്ക് ഹാർഡ് ടു, നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ ഈ പരീക്ഷ പാസ്സാകാൻ പറ്റുമായിരിക്കും. ഷുഡ് ഐ ബൈ എ കാർ ടു ഗോ ടു വർക്ക്. ജോലിക്ക് പോകാൻ എനിക്കൊരു കാറ് വാങ്ങിയാലോ അല്ലെങ്കിൽ വാങ്ങാൻ പറ്റുമായിരിക്കും. ഷുഡ് ഈസ് യൂസ്ഡ് ടെൻസസ് obligation
ഗിവിങ് ഐഡിയാസ് ആൻഡ് അഡ്വൈസ്. സാധാരണ ചില സമയങ്ങളിൽ സെന്റൻസുകളിൽ ഒരു ഒബ്ലിഗേഷനോ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു അഡ്വൈസ്, അതേപോലെ തന്നെ ഒരു ഐഡിയ, ഇതിനെയെല്ലാം എക്സ്പ്രസ് ചെയ്യാനായിട്ടും ഈ പറയുന്ന ഷുഡ് ഉപയോഗിക്കും. യു ഷുഡ് സ്റ്റോപ്പ് സ്മോക്കിംഗ് ഫോർ യുവർ ഓൺ ആൻഡ് യുവർ ഫാമിലീസ് ഹെൽത്ത്. ഇപ്പോ നിങ്ങൾക്കും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്മോക്കിംഗ് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ സ്മോക്കിംഗ് നിർത്തണം. ടു ലോസ് വെയിറ്റ് യു ഷുഡ് എക്സർസൈസ് മോർ ഓഫൺ ആൻഡ് സ്റ്റോപ്പ് ഈറ്റിംഗ് ഫാസ്റ്റ് ഫുഡ്. വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കൃത്യമായി എക്സർസൈസ് ചെയ്യുകയും അതേപോലെ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുകയും വേണം. അപ്പൊ ഇവിടെ ഷുഡ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ പോസിബിൾ സിറ്റുവേഷൻസ്, അതേപോലെ എക്സ്പേജിൽ നമ്മൾ ഷുഡ് എന്ന ഓക്സിലറി ഉപയോഗിക്കും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് വുഡ്. വുഡ് ബി യൂസ്ഡ് വെൻ ആസ്കിങ് ഹു, വാട്ട്, വേർ, വെൻ, വൈ ആൻഡ് ഹൗ. അതായത് വുഡ് ഉപയോഗിക്കുന്നത് ഹു, വാട്ട്, വെയർ, വെൻ, വൈ ആൻഡ് ഹൗ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത്. ഹൗ വുഡ് യു സോൾവ് ദിസ് പ്രോബ്ലം? നമ്മൾ എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യും? വെൻ വുഡ് വി ഹാവ് ദ കറേജ് ടു ഡു ദിസ്? നമുക്ക് ഇത് ചെയ്യാനുള്ള ധൈര്യം എപ്പോൾ കിട്ടും? അതേപോലെ വുഡ് ഈസ് യൂസ്ഡ് ഇൻ റിക്വസ്റ്റ് സെന്റൻസസ്. ഇപ്പോൾ സാധാരണ ക്വസ്റ്റ്യൻസുകളിൽ വുഡ് ഉപയോഗിക്കുക, അതേപോലെ തന്നെ റിക്വസ്റ്റിന് വേണ്ടിയിട്ടും സെന്റൻസുകളിൽ റിക്വസ്റ്റിന് വേണ്ടിയിട്ടും വുഡ് ഉപയോഗിക്കും. ഹൗ വുഡ് ഇഫ് ഐ ഹാവ് എ ലോട്ട് ഓഫ് മണി വൺ ഡേ ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് പുവർ ചിൽഡ്രൻ. അതായത് വുഡ് യു ലൈക്ക് സം കോഫി, അതേപോലെ തന്നെ വുഡ് യു ലൈക്ക് സം മോർ മിൽക്ക് ഫോർ യുവർ കോഫി. അതെല്ലാം റിക്വസ്റ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വുഡ് യു ലൈക്ക് സം കോഫി, നിങ്ങൾക്ക് കുറച്ച് കാപ്പി തരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കാപ്പി കുടിക്കാമോ? അല്ലെങ്കിൽ വുഡ് യു ലൈക്ക് സം മോർ മിൽക്ക് ഫോർ യുവർ കോഫി, നിങ്ങളുടെ കോഫിയിൽ കുറച്ചുകൂടി മിൽക്ക് ചേർക്കട്ടെ. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഈ സന്ദർഭങ്ങളിലെല്ലാം അവിടെ വുഡ് ഉപയോഗിച്ചിരിക്കുന്നത് റിക്വസ്റ്റ് ആയിട്ടാണ്. ഇഫ് ഐ ഹാവ് എ ലോട്ട് ഓഫ് മണി വൺ ഡേ. ഇനി ഈ വുഡ് ഈസ് യൂസ്ഡ് ഇൻ കൺജക്ചർ സെന്റൻസസ്. കൺജക്ചർ സെന്റൻസിലും വുഡ് ഉപയോഗിക്കും. ഇഫ് ഐ ഹാവ് എ ലോട്ട് ഓഫ് മണി വൺ ഡേ, എന്റെ കയ്യിൽ ഒരു ദിവസം ധാരാളം പണം ഉണ്ടായിരുന്നു എങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് പുവർ ചിൽഡ്രൻ, ഞാൻ കുട്ടികളെ സഹായിക്കാൻ ഇഷ്ടപ്പെടുമായിരുന്നു. ഇഫ് യു മേക്ക് യു വെരി ഹാപ്പി, എന്താണ്, ഞാൻ നിങ്ങളെ തീർച്ചയായും സന്തോഷിപ്പിക്കും. അപ്പൊ ക്വസ്റ്റ്യൻസിൽ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ റിക്വസ്റ്റിൽ വുഡ് ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ സെന്റൻസ് കൺജക്ടറിലും വുഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഷുഡ്, വുഡ് ഈ രണ്ട് ഓക്സിലറിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വെർബ് മേ ക്യാൻ ബി യൂസ്ഡ് ഇൻ ടു ഡിഫറെന്റ് ഫോംസ്. മേയ് എന്ന MAY മേ എന്ന ഓക്സിലറി വെർബ് വിവിധ രൂപങ്ങളിൽ ഉപയോഗിക്കുന്നു. ഒന്നാമത് ടു എക്സ്പ്രസ് പോസിബിലിറ്റി, അതായത് മേ ഉപയോഗിക്കുന്ന വിവിധ സന്ദർഭങ്ങളിൽ ഒന്നാമത്തെ ടു എക്സ്പ്രസ് പോസിബിലിറ്റി, സാധ്യത എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ടു എക്സ്പ്രസ് സ്റ്റേറ്റ്മെന്റ്സ് വെൻ വി ആർ നോട്ട് ഷുവർ അബൌട്ട് ടു ഒക്കറൻസ് ഓഫ് ആൻ ഇവന്റ്. അതായത് ഒരു സംഭവം സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല, പക്ഷെ അങ്ങനെ ഒരു സംഭവം സംഭവിക്കുമെന്ന് ഷുവർ അല്ല, നമുക്ക് എന്താ പറയുന്ന ഉറപ്പില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്ന പറയുന്നത്, മേ ഉപയോഗിക്കും. ഹി മേ കം ഫോർ ദ മീറ്റിംഗ്. അവിടെ നമുക്ക് ഉറപ്പില്ല അവൻ മീറ്റിങ്ങിന് വരും എന്നുള്ളത്, കൃത്യം പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു എന്താ പറയുക സിറ്റുവേഷൻ, അതിനെ സൂചിപ്പിക്കാനും നമ്മൾ എന്തുപയോഗിക്കുന്ന പറയുന്ന മേ ഉപയോഗിക്കും. ദർ മേ ബി എ പവർ കട്ട് ടുഡേ, ചിലപ്പോ ഉണ്ടാകാം. ദ നെഗറ്റീവ് ഫോം ഓഫ് ദി മേ ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പ്രസ് ദ നെഗറ്റീവ് ആസ് ഷോൺ ബിലോ. ഇനി മേയുടെ നെഗറ്റീവ് ഫോം നെഗറ്റീവ് സെന്റൻസുകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. മീറ്റിങ്ങിന് വരില്ല. ദർ മേ നോട്ട് ബി എ പവർ കട്ട് ടുഡേ, ഇന്ന് തീർച്ചയായും ഒരു പവർ കട്ട് ഉണ്ടാകില്ല. അപ്പോ മേ എന്ന ഓക്സിലറി ഉപയോഗിക്കുന്ന വിവിധ സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ടു എക്സ്പ്രസ് പോസിബിലിറ്റി, ദെൻ രണ്ടാമത്തെ ടു മേക്ക് പോസിറ്റീവ്
റിക്വസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. അതായത് മേ ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് പൊളൈറ്റ് റിക്വസ്റ്റസ്. വളരെ എന്താ പറയുന്ന പൊളൈറ്റ് ആയിട്ടുള്ള ഭവ്യതയോട് മേ ഐ ബോറോ യുവർ ബുക്ക്. എനിക്ക് നിങ്ങളുടെ ബുക്ക് ഒന്ന് തരാമോ, അല്ലെ എനിക്ക് ഞാൻ നിങ്ങളുടെ ബുക്ക് ഒന്ന് വാങ്ങിക്കോട്ടെ. മേ വി ഗോ ടുഗദർ, നമുക്ക് ഒരുമിച്ച് പോകാം. ഇതെല്ലാം അവിടെ പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. പിന്നെ അപ്പൊ മേ എന്ന ഓക്സിലറി ടു എക്സ്പ്രസ് നമ്മൾ മേ എന്ന ഓക്സിലറി ഉപയോഗിക്കും. അടുത്തതാണ് മൈറ്റ്, ടു എക്സ്പ്രസ് പോസിബിലിറ്റി. ഓക്സിലറി വെർബ് മൈറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ഒക്കറൻസ് ഓഫ് ആൻ ഇവന്റ്. ഒരു ഇവന്റ് സംഭവിക്കുമ്പോൾ മൈറ്റ് എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കും. വിച്ച് ഹാസ് എ റിമോട്ട് പോസിബിലിറ്റി ഓഫ് ഒക്കറൻസ്. അതങ്ങനെ സംഭവിക്കുന്ന അപൂർവമായിട്ട്. ഇപ്പോ ഹി മൈറ്റ് ലോസ് ഓൾ ഹിസ് ബിലോങ്ങിങ്സ്. അവന് അവന്റെ എല്ലാ വസ്തുവകകളും നഷ്ടപ്പെടാം. ഹി മൈറ്റ് ബി ഏബിൾ ടു റീച്ച് ഓൺ ടൈം. അവൻ സമയത്തിന് എന്ത് ചെയ്യാം, വീട്ടിലെത്താം, അല്ലെങ്കിൽ സമയത്തിന് എത്തിച്ചേരാം. അവിടെ അത് ഉറപ്പായിരിക്കാം. നോട്ട് മേ എക്സ്പ്രസസ് ആൻ ഓൾമോസ്റ്റ് ട്രൂ പോസിബിലിറ്റി വൈൽ മൈറ്റ് എക്സ്പ്രസസ് എ റിമോട്ട് പോസിബിലിറ്റി. മേ എന്നത് ഓൾമോസ്റ്റ് ട്രൂ പോസിബിലിറ്റി. മേ എന്ന ഓക്സിലറി കൃത്യമായും സത്യമായിട്ടുള്ള അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ള ഒരു പോസിബിലിറ്റിയെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ മൈറ്റ് എന്ന ഓക്സിലറി റിമോട്ട് പോസിബിലിറ്റിയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ആസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് മേ, ദ മോസ്റ്റ് ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചർ ഓഫ് മൈറ്റ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് മേ. അതായത് മേയുടെ പ്രധാന പ്രത്യേകത അല്ലെങ്കിൽ മൈറ്റിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാല് മേ എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് മൈറ്റ്. The best ways of using might as the past tense of may is while talking about past events and demonstrated in the examples below. അതായത് കഴിഞ്ഞു പോയ കാലസംഭവങ്ങളെ സൂചിപ്പിക്കാൻ തീർച്ചയായും നമുക്ക് എന്തുപയോഗിക്കാം എന്നാ പറയുന്നത്, മേ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൈറ്റ് ഉപയോഗിക്കാം കഴിഞ്ഞു പോയ സംഭവങ്ങളെ സൂചിപ്പിക്കാനായിട്ട്. He might have lost everything had his friends didn't help him. ഇപ്പൊ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ he might have lost everything, അവന് എന്താണ്, എല്ലാം നഷ്ടപ്പെട്ടു. He might have lost everything had his friends didn't help him. അവന്റെ എന്താ പറയുന്ന ഫ്രണ്ട്സ് അവനെ സഹായിച്ചില്ല. യു മൈറ്റ് ഹാവ് റീച്ച്ഡ് ഓൺ ടൈം, അവൻ നോട്ട് ബീൻ ഡിലേഡ്, അതായത് ട്രെയിൻ താമസിക്കാതിരുന്നത് കൊണ്ട്, അല്ലെ ട്രെയിൻ ഇരുന്നാൽ അവൻ കൃത്യസമയത്ത് എത്തിച്ചേരും. അതും പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തതാണ് മസ്റ്റ്. വി യൂസ് മസ്റ്റ് ടു ഡിസ്ക്രൈബ് ദ തിങ്സ് വി ഹാവ് ടു ഡു. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത്. യു ആർ എ ചൈൽഡ് ആൻഡ് യു മസ്റ്റ് സ്ലീപ്പ് ടു ഗ്രോ അപ്പ്. അതായത് നീ ഒരു കുട്ടിയാണ്, നീ വളരണമെങ്കിൽ ശരിക്കും എന്ത് ചെയ്യണം, ഉറങ്ങണം. ടു അവോയ്ഡ് അതായത് തടയാൻ, ഒഴിവാക്കാൻ, യു മസ്റ്റ് നോട്ട് ഈറ്റ് ഫാറ്റി ഫുഡ്. എന്ത് ചെയ്യരുത്, ഫാറ്റി ഫുഡ് കഴിക്കരുത്. ഇൻ ഓർഡർ ടു ലേൺ ടു ഡ്രൈവ് പഠിക്കണമെങ്കിൽ ഐ മസ്റ്റ് ഫസ്റ്റ് ടേക്ക് എ ഗുഡ് കോഴ്സ്. ഡ്രൈവിങ്ങിന്റെ ഒരു ഐ മസ്റ്റ് സക്സസ്ഫുൾ. നിങ്ങളെ പോലെ വിജയിക്കണമെങ്കിൽ ഞാൻ തീർച്ചയായും എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം. അപ്പൊ ഇതെല്ലാം മസ്റ്റിന്റെ എന്താ പറയുന്ന പാസ്റ്റ് രൂപത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ്. നോട്ട് ഓർ മസ്റ്റിന്റെ is used when giving a strict ban on something and strongly negative advice. അതായത് when making negative sentences, നെഗറ്റീവ് സെന്റൻസുകൾ രൂപീകരിക്കുമ്പോൾ മസ്റ്റ് വെച്ച് നമ്മൾ നെഗറ്റീവ് സെന്റൻസുകൾ രൂപീകരിക്കുമ്പോൾ മസ്റ്റ് നോട്ട് ഈസ് യൂസ്ഡ്, മസ്റ്റ് നോട്ട് എന്നോ അല്ലെങ്കിൽ മസ്റ്റിന്റെ എന്നോ ഉപയോഗിക്കുന്നു. when giving a strict ban on something,
അതായത് എന്തെങ്കിലും ചെയ്യരുതെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് വളരെ കർശനമായിട്ട് ബാൻ ചെയ്യുക. ആൻഡ് സ്ട്രോങ്ലി നെഗറ്റീവ് അഡ്വൈസ്. യു മസ്റ്റ് നോട്ട് ടോക്ക് വൈൽ ഇൻ ദ ടീച്ചർ ഈസ് ലെക്ചറിങ്. ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നീ തീർച്ചയായും എന്ത് ചെയ്യരുത്, സംസാരിക്കരുത്. സിൻസ് ദിസ് ഈസ് എ ഗ്രീൻ ഏരിയ യു മസ്റ്റ് നോട്ട് സ്റ്റെപ്പ് ഓൺ ദ ഗ്രാസ്. ഇത് എന്താ പറയുന്ന ഒരു ഗ്രീൻ ഏരിയ ആണ്, അതുകൊണ്ട് നീ തീർച്ചയായും ഗ്രാസിൽ വീഴരുത്. ഇനി ക്വസ്റ്റ്യൻ സെന്റൻസസ് വിത്ത് മസ്റ്റ്. ഈ മസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. മസ്റ്റ് ഐ ഗോ ടു സ്കൂൾ ടുഡേ? ഇന്ന് എനിക്ക് സ്കൂളിൽ പോകാമോ? മസ്റ്റ് ഐ നോ ഇംഗ്ലീഷ് ടു സ്റ്റാർട്ട് ദ ജോബ്? ഈ ജോലി ആരംഭിക്കണമെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണമോ? മസ്റ്റ് യു കം ദിസ് ഫെയർ ടു ടോക്ക്? അപ്പൊ നമ്മള് മസ്റ്റിന്റെ ഉപയോഗത്തെ കുറിച്ച് മേ, മൈറ്റ്, മസ്റ്റ് മസ്റ്റിന്റെ ഉപയോഗത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മേ എന്ന ഓക്സിലറിയുടെ പാസ്റ്റ് ടെൻസ് ആണ് മസ്റ്റ്. മൈറ്റും മസ്റ്റും അതിൽ മസ്റ്റിന്റെ ഉപയോഗം. ഇനി അടുത്തതാണ് ഓട്ട്. ഓക്സിലറി വെർബ് ഓട്ട് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ ഡ്യൂട്ടി ഓർ ആൻ ഒബ്ലിഗേഷൻ. അതായത് നമ്മുടെ കടമകളോ അല്ലെങ്കിൽ എന്താ പറയുന്ന കടപ്പാടുകളോ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ ഓട്ട് ഉപയോഗിക്കുന്നത്. ആ ഓട്ടിനോടൊപ്പം നമ്മൾ ടു എന്നും ചേർക്കും. ബിലോ ഗിവൺ ആർ സം എക്സാമ്പിൾസ് ഓഫ് യൂസിങ് ഓട്ട്. ഓട്ട് ഉപയോഗിക്കുന്നതിന്റെ ചില എക്സാമ്പിളുകളാണ് താഴെ പറയുന്നത്. ഹി ought to be sensitive. You ought to visit your father. We ought to take care of children. ഇതെല്ലാം ഓട്ടിന്റെ വിവിധ ഉപയോഗങ്ങളാണ്. He ought to be sensitive. You ought to visit your father. We ought to take care of the children. ഇനി അടുത്തതാണ് dare, need, used to. The two verbs dare and need have characteristics of both modal verb and main verb. അതായത് dare എന്ന വെർബിനും അതേപോലെ need എന്ന വെർബിനും മോഡൽ വെർബ് ആയിട്ട് മെയിൻ വെർബ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സുകൾ ഉണ്ട്. ബിക്കോസ് ഓഫ് ദിസ്, ഇതുകൊണ്ട് they are called സെമി മോഡൽസ്. അതായത് ഡെയർ, നീഡ്, യൂസ്ഡ് ടു, ഇതിനെല്ലാം നമ്മൾ പറയുന്ന പേര് സെമി മോഡൽസ് എന്നാണ്. വെച്ചാല് they are semi models because these verbs have characteristics of both modal verb and main verb. മോഡൽ വെർബിന്റെയും ക്യാരക്ടറിസ്റ്റിക് ഉള്ളത് കൊണ്ട് ഈ വെർബുകളെ നമ്മൾ എന്ത് പറയുന്നു? സെമി മോഡൽസ് എന്ന് പറയുന്നു. They sometimes behave like modal verbs. ചില സമയത്ത് ഇത് മോഡൽ വെർബ് ആയിട്ട് പെരുമാറുന്നു. And do not adds to the form that goes with the third person singular inflection. They are then followed by the base form of a main verb. അതായത് they sometimes behave like modal verbs. ചില സമയത്ത് ഇത് മോഡൽ വെർബ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. അത് എന്ത് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്? ഡു നോട്ട് ആഡ്സ് ടു ദ ഫോം ദാറ്റ് ഗോസ് എന്നതിനോട് ഒപ്പം ഒന്നും നോ തേർഡ് പേഴ്സൺ സിംഗുലർ ഇൻഫ്ലക്ഷൻ. അതിനൊരു തേർഡ് പേഴ്സൺ സിംഗുലർ ഇൻഫ്ലക്ഷനിൽ ഒരു തേർഡ് പേഴ്സൺ ഇല്ല. ദേ ആർ ദെൻ ഫോളോവ്ഡ് ബൈ ബേസ് ഫോം ഓഫ് മെയിൻ വെർബ്. ഇതെല്ലാം മെയിൻ വെർബിന്റെ ബേസ് ഫോമിലാണ് ഉപയോഗിക്കുന്നത്. നീഡ് ഐ സേ മോർ? ഡെയർ ഐ ആസ്ക് ഹൗ ദ പ്രോജക്ട്സ് ഗോയിങ്? ദ പാസ്റ്റ് ഫോം നീഡഡ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ മോഡൽ. അതായത് ഇതിന്റെ പാസ്റ്റ് ഫോം ഒരു മോഡൽ ആയിട്ട് ഉപയോഗിക്കില്ല. ഡയേർഡ് ഈസ് ഒക്കേഷണലി യൂസ്ഡ് ആസ് എ മോഡൽ. അതായത് ഡയേർഡ് എന്ന് പറയുന്നത് ഒക്കേഷണലി ഉപയോഗിക്കുന്നതാണ്, മോഡലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ദ മോഡൽ യൂസസ് ഓഫ് ദീസ് വെർബ്സ് ആർ ഓൾ നെഗറ്റീവ്സ് ഓർ ക്വസ്റ്റ്യൻസ്. ഈ വെർബുകളുടെ മോഡൽ യൂസസ് എന്ന് പറയുന്നത് നെഗറ്റീവ്സ് എല്ലാം നെഗറ്റീവ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യനുകളായിട്ടോ ആണ്. Where will you all be today? Need you ask. You needn't come if you are busy. Dare I suggest that we have a rota system. I daren't tell him the truth. He will go crazy. The verb used to is a marginal modal verb. ഇതിൽ ഉപയോഗിക്കുന്ന marginal modal verb ആണ് used to. Unlike the other modal verbs, മറ്റു മോഡൽ വെർബുകളെ പോലെ ഇറ്റ് ഈസ് ഓൺലി ഫൗണ്ട് ഇൻ ദ പാസ്റ്റ് ടെൻസ്.
മറ്റു മോഡൽ വെർബുകളെ പോലെ ഇതും എവിടെ കാണാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് നമുക്ക് പാസ്റ്റ് ടെൻസിലെ കാണാനായിട്ട് സാധിക്കുള്ളൂ. They sometimes behave like model verbs and do not add to the form that goes with the he, she and it. That is, they have no third person singular inflection. They are then followed by the base form of a main verb. Need I say more? Dare I ask how the project's going? The past form needed is not used as a model, and dared is occasionally used as a model. The model uses of these verbs are all negatives or questions. അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മോഡൽ വെർബ്സുകൾ എല്ലാം തന്നെ നെഗറ്റീവ്സോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ ആയിരിക്കും. Where will you all be today? Need you ask. You needn't come if you are busy. അതേപോലെ തന്നെ dare I suggest that we have a rota system. I daren't tell him the truth. He will go crazy. The verb used is a marginal model verb. Used എന്നുള്ളത് തീർച്ചയായും ഒരു മാർജിനൽ മോഡൽ വെർബ് ആണ്. Unlike the other model verbs, മറ്റു മോഡൽ വെർബുകളെ പോലെ it is only found in the past tense. അത് എവിടെയാണ് past tense കാണാൻ പറ്റുള്ളൂ. Therefore, when it is used with do to make negatives and questions, ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാക്കാനും അതേപോലെ തന്നെ നെഗറ്റീവ്സ് ഉണ്ടാക്കാനും നമ്മൾ do ഉപയോഗിക്കുമ്പോൾ the form of the auxiliary verb is always did. അവിടെ auxiliary verbന്റെ രൂപങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ താഴെ പറഞ്ഞിട്ടുണ്ട്. Used to is used as follows: to describe an activity or a state that happened many times in the past. അതായത് ഒരു ആക്ടിവിറ്റി, ടു ഡിസ്ക്രൈബ് ആൻ ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റിയോ or a state, ഒരു അവസ്ഥയോ, that happened many times in the past, പാസ്റ്റിൽ സംഭവിച്ച ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു അവസ്ഥയോ ഡിസ്ക്രൈബ് ചെയ്യാൻ. പിന്നെ ജെറി ഓൾവേസ് യൂസ്ഡ് ടു ഗോ ഫോർ എ റൺ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപ് എല്ലാ ദിവസവും ജെറി എന്താണ് ഓടാൻ പോകുന്നുണ്ട്. പീറ്റർ ഡിഡിന്റ് യൂസ് ടു സേ തിങ്സ് ലൈക്ക് ദാറ്റ് വെൻ ഐ ന്യൂ ഹിം. ടു റെഫർ ടു ആൻ ആക്ടിവിറ്റി or state that was true in the past but it is no longer use. അതായത് പാസ്റ്റില് ഒരു ആക്ടിവിറ്റി എന്താണ് ട്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റില് സത്യമായിരുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനായിരിക്കാം അത് ഉപയോഗിക്കുന്നത്. പക്ഷെ അപ്പൊ അത് എല്ലായ്പ്പോഴും ട്രൂ ആവണമെന്നില്ല. അപ്പൊ നമ്മള് ഓക്സിലറി മോഡൽ ഓക്സിലറീസിനെ കുറിച്ചാ പറഞ്ഞത്. സെമി മോഡൽ ഓക്സിലറീസ് എന്നാണ് ഈ പറയുന്ന യൂസ്ഡ് ടുവും അതേപോലെ തന്നെ മൈറ്റും എല്ലാം അറിയപ്പെടുന്നത്. അതിന്റെ വിവിധ രൂപങ്ങൾ, മേയുടെ വിവിധ രൂപങ്ങൾ മൈറ്റ്, മസ്റ്റ്, അതേപോലെ തന്നെ ക്യാന്റെ വിവിധ രൂപങ്ങൾ ക്യാൻ, കുഡ്, ഷുഡ്, വുഡ്, ഷാലിന്റെ വിവിധ രൂപം ഷുഡ്, വില്ലിന്റെ വുഡ്, മേ, മൈറ്റ്, ഇതിന്റെയൊക്കെ ഉപയോഗങ്ങൾ ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് ഇവയൊക്കെ ഉപയോഗിക്കുന്നത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. ഇനി പറയുന്നത് വെർബ് ഫ്രൈസസ് യൂഷ്വലി എന്ന് പറയുമ്പോൾ എന്താണ്, സാധാരണ രീതിയിൽ ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കുന്നു. വെർബ് ഫ്രൈസസ് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ ജസ്റ്റ് വൺ വേർഡ്. ഒരു വാക്കിൽ കൂടുതലായിട്ട് വേർഡുകൾ ഉപയോഗിക്കുന്നു. ദ ആക്ഷൻ ഓഫ് എ സെന്റൻസ് വിൽ ബി കമ്പോസ്ഡ് ഓഫ് എ മെയിൻ വെർബ് ആൻഡ് സപ്പോർട്ടിംഗ് മെറ്റീരിയൽ. We have seen above that auxiliaries are used with main verbs and in most cases add some element of meaning to the sentences. അതായത് ഓക്സിലറികൾ എപ്പോഴും ഉപയോഗിക്കുന്നത് മെയിൻ വെർബിന്റെ ഒപ്പമാണ്. ആൻഡ് ഇൻ മോസ്റ്റ് കേസസ്, ഭൂരിഭാഗം കേസുകളിലും, ആൻഡ് ഇൻ മോസ്റ്റ് കേസസ് ആഡ് സം എലമെന്റ് ഓഫ് മീനിങ് ടു ദ സെന്റൻസ്. അതായത് സെന്റൻസിന് മീനിങ് ആഡ് ചെയ്യുന്നു. We also stated that more than one auxiliary may be combined. അതായത് ഒന്നിൽ കൂടുതൽ ഓക്സിലറികൾ ഒരുമിച്ച് ചേർത്ത് വിത്ത് ദ മെയിൻ വെർബ്, കമ്പൈൻഡ് വിത്ത് ദ മെയിൻ വെർബ്, മെയിൻ വെർബിനോടൊപ്പം ഒന്നിൽ കൂടുതൽ ഓക്സിലറികൾ ഒരുമിച്ച് ചേർക്കുന്നു. എന്നിട്ട് ടു മേക്ക് എ കോംപ്ലക്സ് വെർബ് ഫ്രൈസ്, ഒരു കോംപ്ലക്സ് വെർബ് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട്.
There are certain rules to follow for the combination of auxiliaries with main verbs. ഇനി ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഓക്സിലറികളെ മെയിൻ വെർബുകളുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. Which we must know to produce combinations which are grammatically correctly. We should study the 4 basic types of complex verb phrases. നമ്മൾ 4 തരത്തിലുള്ള കോംപ്ലക്സ് വെർബ് ഫ്രേസുകളെ കുറിച്ച് പഠിക്കുന്നു. The meanings of these types convey are follows. Type A, model plus to infinitive. ഒന്നാമത്തെ മോഡലിനോടൊപ്പം തന്നെ യുടെ ഇൻഫിനിറ്റീവ് ഫോം ഉപയോഗിക്കുന്നു. The meaning depends on the model auxiliary used. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ ഓക്സിലറി അനുസരിച്ചായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയണേ, ഡോക്ടർ ഫോർബേഡ് മീ ടു ഈറ്റ് ഫാസ്റ്റ്. I would like to make a toast to our marriage. ഇനി ടൈപ്പ് ബിയിൽ പറയുന്നത് വെർബിനോടൊപ്പം വെർബ് പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. വെർബിനോടൊപ്പം എന്ത് ചെയ്യുന്നു? പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. The meaning depends on the model auxiliary used. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മോഡൽ ഓക്സിലറിക്ക് അനുസരിച്ചാണ്. The teacher continued showing the video. മൂന്നാമത്തെ ടൈപ്പ് സിയിൽ പറയുന്നത് ബി പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. അവിടെ ബിയോടൊപ്പം എന്ത് ഉപയോഗിക്കുന്നു എന്നാ പറയുന്നത്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. Refers to action in progress, that is begun but not completed. ടൈപ്പ് ഡിയിൽ പറയുന്നത് ബിയോടൊപ്പം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കും. ഇറ്റ് പ്രൊഡ്യൂസസ് ദ പാസീവ് വോയിസ്. അതായത് ഓക്സിലറിയുടെ ടൈപ്പ് ഡിയില് ബി എന്നതിനോടൊപ്പം നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിളും കൂടി ഉപയോഗിക്കും. It produces the passive voice. May be used in the present or the past tense. Here passive voice is used when we would like to give greater prominence to the action compared to the performer of the action. അവസാനമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഓക്സിലറീസ് ആസ് ഓപ്പറേറ്റേഴ്സ്. ഓക്സിലറീസ് എന്താണ്? ഓപ്പറേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നു. We have studied how the auxiliaries combine in a complex verb. അതായത് ഒരു ഓക്സിലറി എങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു വെർബിൽ ഉപയോഗിച്ചു. വെർബ് ഫ്രേസ് ആൻഡ് ഓൾസോ their meanings. Now we will study a special feature of auxiliary distinguishing them from main verbs. ഇനി നമ്മൾ ഓക്സിലറിയുടെ ഒരു സ്പെഷ്യൽ വെർബാണ് ഫീച്ചറാണ് പറയാൻ പോകുന്നത്. അത് മെയിൻ വെർബിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. The first auxiliary of a complex verb phrase enjoys a special status. അതായത് the first auxiliary of a complex verb phrase, ഒരു കോംപ്ലക്സ് സങ്കീർണമായിട്ടുള്ള ഒരു വെർബ് ഫ്രേസിന്റെ ഫസ്റ്റ് ഓക്സിലറി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്റ്റാറ്റസിലുള്ളതായിരിക്കും. This is in the following. In questions of yes or no type, it is moved in front of the subject of the sentence. അതായത് yes or no type questionsil ഈ ഓക്സിലറി it is moved in front of the subject of the sentence. എന്ത് ചെയ്യുന്നു പറയുന്നത്? in front of the subject of the sentences. സെന്റൻസസിന്റെ ഫ്രണ്ടിലായിരിക്കും വരുന്നത്. Example, are you dancing? Should I dance? In negative sentences, the negative element not is attached to the first auxiliary. Negative sentence negative element ഒരിക്കലും first auxiliary യോട് attach ചെയ്യപ്പെടുന്നില്ല. ഇനി so as we can see that the special status of the first auxiliary in a complex verb is called as a operator. അതായത് the special status of the first auxiliary. ഫസ്റ്റ് ഓക്സിലറിയുടെ സ്പെഷ്യൽ സ്റ്റാറ്റസ്, ഒരു കോംപ്ലക്സ് വെർബ് ഫ്രേസിലെ ഫസ്റ്റ് ഓക്സിലറിയുടെ സ്പെഷ്യൽ സ്റ്റാറ്റസിനെ നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നു. ബി, ഹാവ് ആൻഡ് ഡു ഫ്രീക്വന്റ്ലി ഫങ്ഷൻ ആസ് ഓപ്പറേറ്റേഴ്സ്. ബി എന്താ പറയുന്നത്? ഹാവ് ആൻഡ് ഡു ഫ്രീക്വന്റ്ലി ഫങ്ഷൻ ആസ് ഓപ്പറേറ്റേഴ്സ്. തുടർച്ചയായിട്ട് അത് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. ആൻഡ് ബി ആൻഡ് ഹാവ് ഓൾസോ ഒക്കർ ആൻഡ് ആസ് നോൺ ഓപ്പറേറ്റേഴ്സ് ഇൻ എ വെർബ് ഫ്രേസ്.
Modals on the other ground hand always occur as operators. But the main verbs never function as operators. Main verb ഒരിക്കലും operators ആയിട്ട് function ചെയ്യുന്നില്ല. Example, we cannot put them in front of the subject to form a question. We cannot say dancing she is today. To form yes or no questions from simple verb phrase, we need to use the auxiliary. അതായത് simple verb phrase ൽ നിന്ന് yes or no questions ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന verb phrase ഉപയോഗിക്കുന്നു. Thus we say is dancing, she is she dancing today? Similarly, we cannot attach a note in this abbreviated form to simple verb phrase. We cannot say she danced today. Instead, we again use the auxiliary do and say he doesn't dance today and so on. We can use this characteristic of auxiliaries to distinguish auxiliaries from main verbs as it is very important. The best example of these are the verbs dare and need. They sometimes occur as main verbs and sometimes as auxiliaries. ചില സമയത്ത് മെയിൻ വെർബ് ആയിട്ട് മാറുന്നു, അതേപോലെ ചില സമയത്ത് അത് ഓക്സിലറി ആയിട്ട് മാറുന്നു. ഇപ്പൊ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നീഡ് ആസ് മെയിൻ വെർബ്, നീഡ് മെയിൻ വെർബ് ആണ്. അതിന്റെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ദിസ് നീഡ്സ് ടു ബി കംപ്ലീറ്റഡ്. അതേപോലെ നെഗറ്റീവ് ദിസ് ഡസ് നോട്ട് നീഡ് ടു ബി കംപ്ലീറ്റഡ്. ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയുമ്പോൾ ഡസ് ഇറ്റ് നീഡ് ടു ബി കംപ്ലീറ്റഡ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഓക്സിലറിയെ കുറിച്ചാണ്. പ്രധാനമായിട്ടും മേ, ക്യാൻ, ഷുഡ്, വുഡ്, മൈറ്റ് ഇങ്ങനെയുള്ള ഓക്സിലറികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. So today we will wind up the class.